أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والقمر إذا تلاها അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ഷംസ്, ആയത് നമ്പർ 3. അർത്ഥം: ചന്ദ്രൻ അതിനെ പിന്തുടരുമ്പോൾ അതിനെക്കൊണ്ടും സത്യം. ഈ ആയത്തിൻ്റെ വിശദീകരണമാണ് ഇന്ന് കേൾപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തഫ്സീറെ കബീറിൽ നിന്ന് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ദർസിൽ കേൾപ്പിക്കുകയുണ്ടായി. ബാക്കി ഭാഗം കേൾപ്പിക്കുകയാണ്. മുൻപോട്ട് ഹുസൂർ അരുൾ ചെയ്യുന്നു: ഇങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ചന്ദ്രനിനു പകരം മറ്റേതെങ്കിലും നക്ഷത്രത്തെ വെക്കുകയും അത് സൂര്യൻ്റെ പ്രകാശത്തെ ആകർഷിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത്. കാരണം എല്ലാ നക്ഷത്രത്തിലും ഈ ഒരു കഴിവില്ല. അള്ളാഹു നമ്മുടെ സൗരയുധത്തിൽ ചന്ദ്രനിൽ മാത്രമാണ് ഈ ഒരു കഴിവ് വെച്ചിട്ടുള്ളത്. അതായത് സൂര്യനിൽ നിന്ന് പ്രകാശത്തെ ആകർഷിക്കുകയും പിന്നെ മറ്റുള്ള ഇടങ്ങളിലേക്ക് ഈ പ്രകാശത്തെ എത്തിക്കുകയും അങ്ങനെ അവിടെ പ്രകാശിപ്പിക്കുകയും ചെയ്യുക എന്നത്. അതുകൊണ്ടാണ് ചന്ദ്രനിൽ ജനവാസം അസാധ്യമാണെന്ന് പറയുന്നത്. അഥവാ അവിടെ ജനവാസം സാധ്യമായിരുന്നുവെങ്കിൽ അവിടെ മരങ്ങളും പുൽച്ചെടികളും വലിയ വലിയ കാടുകളും ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇതൊന്നും ചന്ദ്രനിലില്ല. അഥവാ ഈ വസ്തുക്കളെല്ലാം ചന്ദ്രനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് പ്രകാശത്തെ ആകർഷിച്ചുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പ്രകാശത്തെ എത്തിക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ അല്ലാഹു ചന്ദ്രനെ പ്രതിഫലിക്കുന്നതിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു ചന്ദ്രനെ പ്രതിഫലിക്കുന്ന വസ്തു എന്ന രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചന്ദ്രനിൽ മണൽ തരികളുടെ വലിയ വലിയ മൈതാനങ്ങളെ സൃഷ്ടിച്ചു. അങ്ങനെ സൂര്യനിൽ നിന്ന് പ്രകാശം വന്ന് പതിക്കുമ്പോൾ ആ മണൽത്തരികളുടെ മൈതാനം പ്രതിഫലിച്ചുകൊണ്ട് ആ പ്രകാശത്തെ ഭൂമിയിലേക്ക് പരത്തുന്നു. വൽ ഖമരി, അല്ലാഹു പറയുന്നു, വൽ ഖമരി, നാം ചന്ദ്രൻ്റെ സ്ഥാനമുള്ള ഒരു അസ്തിത്വത്തെ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എന്നാൽ വെറും ചന്ദ്രൻ എന്ന അസ്തിത്വം മാത്രമല്ല, മറിച്ച് ചന്ദ്രൻ്റെ ആ ഒരു അവസ്ഥ, ഏതൊരു അവസ്ഥയിൽ അത് സൂര്യൻ്റെ മുമ്പിൽ മുഴുവനായും പൂർണ്ണമായും വരികയും അതിൻ്റെ എല്ലാ പ്രകാശത്തെയും സ്വന്തം അസ്തിത്വത്തിലേക്ക് ആകർഷിക്കുകയും അങ്ങനെ സ്വന്തം അസ്തിത്വത്തിലേക്ക് എടുത്തുകൊണ്ട്, തീർച്ചയായും ചന്ദ്രനിൽ ഈ ഒരു കഴിവ് ഉള്ളത് തന്നെയാണ്. അത് പ്രകാശത്തെ എടുത്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു എന്നത്. അതിൻ്റെ മുമ്പിൽ പ്രകാശമില്ലെങ്കിൽ, എന്നാൽ ഇത് മറ്റുള്ളവരെ മുമ്പിൽ എത്തിക്കുന്നു. എന്നാൽ ചന്ദ്രൻ്റെ മുമ്പിൽ പ്രകാശമില്ലെങ്കിൽ അത് പിന്നെ എന്താണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക? ഇവിടെ രണ്ടാം ഖലീഫ ഇത് ചോദിക്കുകയാണ്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പറയുകയാണ്. അതുകൊണ്ടാണ് വെറും ചന്ദ്രനെ മാത്രമായി സാക്ഷിയെന്നോളം സമർപ്പിച്ചില്ല. കൂടെ പറയുകയുണ്ടായി, ഇദാ തലാഹ, അതായത് ചന്ദ്രനെ സൂര്യൻ്റെ നേർമുമ്പിൽ നിൽക്കുന്ന അവസ്ഥയാണ് സാക്ഷിയെന്നോളം സമർപ്പിച്ചിട്ടുള്ളത്. ചന്ദ്രൻ്റെ സ്വന്തം അസ്തിത്വത്തിലുള്ള പ്രത്യേകത അതിന് സൂര്യൻ്റെ പ്രകാശത്തെ എടുക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സാധിക്കുമെന്നതാണ്. എന്നാൽ ഈ ചന്ദ്രൻ്റെ സ്വന്തം അസ്തിത്വത്തിലുള്ള പ്രത്യേകത സൂര്യൻ്റെ മുമ്പിൽ എത്തുന്നത് വരെ സാധിക്കുന്നതല്ല. എന്നാൽ ചന്ദ്രൻ സൂര്യൻ്റെ മുമ്പിൽ എത്തുകയാണെങ്കിൽ അതിൻ്റെ ഈ ഒരു പ്രത്യേകത പ്രത്യക്ഷപ്പെടുന്നു. അഥവാ
സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ ഏതെങ്കിലും ഒരു വസ്തു തടസ്സമാവുകയാണെങ്കിൽ, ഏതുപോലെ ചില സമയം ഭൂമി നടുവിൽ വരാറുണ്ട്, അപ്പോൾ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നു. അങ്ങനെ ചന്ദ്രൻ സൂര്യൻ്റെ പ്രകാശത്തെ ഭൂമിയിലേക്ക് പ്രതിഫലിക്കാൻ സാധിക്കാതെ വരും. ഉദാഹരണത്തിന്, മാസത്തിൻ്റെ ആദ്യ ദിനത്തിൽ ചന്ദ്രന് ആ സമയം സൂര്യൻ്റെ മുമ്പിൽ പൂർണ്ണമായി എത്താറില്ല. അതുകൊണ്ട് ആ സമയത്ത് പൂർണ്ണ ചന്ദ്രനു പകരം ചന്ദ്രകല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ 14-ാം രാത്രി ചന്ദ്രൻ സമ്പൂർണമായും സൂര്യൻ്റെ മുമ്പിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ചന്ദ്രപ്രകാശം പൂർണ്ണ മഹത്വത്തോടെ ഭൂമിയിലേക്ക് പ്രതിഫലിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നു, വൽ ഖമരി ഇദാ തലാഹ, നാം ചന്ദ്രനെ സാക്ഷിയെന്നോളം സമർപ്പിക്കുന്നു. വെറും ചന്ദ്രനെ മാത്രമല്ല, ചന്ദ്രൻ പൂർണ്ണമായും സൂര്യൻ്റെ മുമ്പിൽ വരുന്ന ആ അവസ്ഥയെ കൂടി സാക്ഷിയായി സമർപ്പിക്കുന്നു. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദ് വബാരിക് വസല്ലി ഇന്നക ഹമീദും മജീദ്. ജസാക്കുമുല്ലാഹ്.